നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയിൽ നല്ല കാലമായതോടെ IPOയുടെ തിരക്കാണ് വിപണിയിൽ. SBI ലൈഫ് ഇൻഷുറൻസാണ് ഈ പട്ടികയിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 12% ഓഹരികൾ വിറ്റഴിക്കുവാനാണ് കമ്പനിയുടെ തീരുമാനം. 8,400 കോടി രൂപയാണ് ഇതിലൂടെ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. ഈ മാസം 20-ന് SBI ലൈഫ് ഇൻഷുറൻസിന്റെ IPO ആരംഭിക്കും. ഇൻഷുറൻസ് മേഖലയിൽ രാജ്യം ദർശിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രാരംഭ ഓഹരി വിൽപ്പന. SBI ലൈഫ് ഇൻഷുറൻസിന്റെ 12% ഓഹരികൾ ബുധനാഴ്ച വിപണിയിലെത്തും. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും രാജ്യാന്തര കമ്പനി PNB പാരിബാസ് കാർഡിഫിന്റെയും ഉടമസ്ഥതയിലുള്ള കമ്പനിയായതിനാൽ നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷയാണ് SBI ലൈഫിന്റെ IPOയിലുള്ളത്. മാതൃസ്ഥാപനമായ SBIക്ക് 70% ഓഹരികളും PNB പാരിബാസിന് 26% ഓഹരികളുമാണ് SBI ലൈഫ് ഇൻഷുറൻസിലുള്ളത്. ഇതിൽ നിന്ന് 10 രൂപ മുഖവിലയുള്ള 12 കോടി ഓഹരികളാണ് IPOയിലെത്തുന്നത്. SBI 8% ഓഹരികളും PNB പാരിബാസ് 4% ഓഹരികളും IPOയിൽ വയ്ക്കും. 2010-ൽ കോൾ ഇന്ത്യ നടത്തിയതിനു ശേഷമുള്ള ബില്യൺ IPO കൂടിയാണിത്. കഴിഞ്ഞ ഒരു 7-8 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് ഒരു $1 ബില്യൺ പ്ലസ് IPO വരുന്നത്. ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് ജനറലി ഇന്ത്യയിൽ ഒരു അണ്ടർ പെനട്രേറ്റഡ് ആണ്. പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ കുറേ സ്കോപ്പ് ഇനിയും ഉണ്ട്. ആൻഡ് SBI ലൈഫ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ PSU ബാങ്ക്, 25,000 ബ്രാഞ്ചസ് ഉള്ള ഒരു ബ്രാഞ്ച്, ഒരു ബാങ്ക് നെറ്റ്വർക്ക്. ആൻഡ് BNP പാരിബാസ് ഗ്ലോബൽ ലീഡർ. ഈ രണ്ടുപേരുടെയും ഒരു JV ആണ്. അപ്പോൾ നല്ല പേരൻറ്റേജ് ആണ്. IPO ഇപ്പോൾ വന്ന് തുടങ്ങിയേ ഉള്ളൂ ഈ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ. അപ്പോൾ എല്ലാവരുടെ പോർട്ട്ഫോളിയോന് വേണ്ടി ഇതൊരു പുതിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ട്, ഒരു പുതിയ ഇൻഡസ്ട്രി ആയിട്ട് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പല മ്യൂച്വൽ ഫണ്ട്സും എല്ലാവരും ഇത് മേടിക്കുമായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാരണം വെച്ച് നല്ല പേരൻറ്റേജ്, നല്ല ഗ്രോത്ത്. ഓൾറെഡി SBI ഐ തിങ്ക് വൺ ഓഫ് ദ ടോപ്പ് 5-ലാണ്. ഇൻഫാക്ട് ടോപ്പ് 5-ലെ ഏറ്റവും ടോപ്പിലാണ് ഇൻ ടേംസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പുതിയ പ്രീമിയം. ഓൾമോസ്റ്റ് ഒരു 35% ആനുവൽ ഗ്രോത്താണ് പ്രീമിയംസിൽ കാണിക്കുന്നത് പുതിയ ബിസിനസ്സിൽ. അപ്പോൾ നല്ല വളർച്ചയുള്ള ഒരു കമ്പനി, നല്ല പേരൻറ്റേജ് ഉള്ള ഒരു കമ്പനി, നല്ല സ്കോപ്പുള്ള ഒരു ഇൻഡസ്ട്രി. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു അട്രാക്റ്റീവായിട്ടാണ് തോന്നുന്നത്. രാജ്യത്ത് ഏറ്റവും അധികം വരുമാനമുണ്ടാക്കുന്ന ഇൻഷുറൻസ് കമ്പനികളിലൊന്നാണ് SBI ലൈഫ്. 2001-ൽ പ്രവർത്തനം ആരംഭിച്ച കമ്പനിക്ക് ഇന്ന് 1000 കോടി രൂപയുടെ ഓഹരി മൂലധനമുണ്ട്. 2015-16-ൽ സ്വകാര്യ മേഖലയിലെ ഇൻഷുറൻസ് കമ്പനികൾക്കിടയിൽ 17.3% വിപണി വിഹിതവും SBI ലൈഫ് നേടിയിരുന്നു. 70,000 കോടി രൂപയുടെ മൂല്യമാണ് SBI ലൈഫിന് കണക്കാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ 46,000 കോടി രൂപയായിരുന്നു കമ്പനിയുടെ മൂല്യം. മൂല്യം പെട്ടെന്ന് വലിയ തോതിൽ ഉയർന്നത് IPOയിൽ വലിയ വില നിശ്ചയിക്കാനാണോ എന്ന സംശയം വലിയൊരു വിഭാഗം നിക്ഷേപകർക്കുണ്ട്. 685-നും 700-നും ഇടയിലുള്ള വിലയാണ് ഒരു ഓഹരിക്ക് പ്രതീക്ഷിക്കുന്നത്. ഇത് കൂടുതലല്ലേ എന്ന ആശങ്കയും നിക്ഷേപകർ പങ്കുവെക്കുന്നു. IPO പ്രൈസ് എന്ന് പറഞ്ഞത് ആക്ച്വലി ഹയർ, ഒരു സ്റ്റീപ്പ് വാല്യുവേഷനിലാണ്. അപ്പം ഇത് എത്രത്തോളം മാർക്കറ്റിനെ ദഹിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിലും ഏത് രീതിയിൽ നോക്കിയാലും ഇതൊരു ജസ്റ്റിഫയബിൾ അല്ലാത്തൊരു വാല്യുവേഷനിലാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം PE വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 70 മൾട്ടിപ്പിൾസ് വെച്ചിട്ടാണ് അത് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇത് ഇഷ്യൂ കൊടുത്തേക്കുന്നത്, അപ്പോൾ അത് ഹൈ തന്നെയാണ്. പിന്നെ ബുക്ക് വാല്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 126 times ആണ്. അപ്പം അത് ആക്ച്വലി മാർക്കറ്റിന് സോഫാർ നോക്കുകയാണെങ്കിലും പൊതുവേ ഇൻഷുറൻസ് കമ്പനീസ് ഇന്ത്യയിൽ ഹയർ വാല്യുവേഷനിലാണ് അത് കൊടുത്തേക്കുന്നത്. ഇപ്പം ICICIയുടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഹയർ ഇതിൽ തന്നെയായിരുന്നു. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ നിന്ന് വളരെ ഒരു ഹയർ ഇതിലാണ് പോകുന്നത്. IPOയ്ക്ക് ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ നല്ല കാലമാണ്. കഴിഞ്ഞ ആഴ്ച വിപണിയിലെത്തിയ 3 കമ്പനികൾക്കും മികച്ച സ്വീകരണം ലഭിച്ചു. ഇക്കൂട്ടത്തിൽ ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയും ഉണ്ടായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളായ ജനറൽ ഇൻഷുറൻസും ന്യൂ ഇന്ത്യ അഷുറൻസും IPOയ്ക്ക് ഒരുങ്ങുന്നുണ്ട്. വിപണിയിലെ ഈ അനുകൂല സാഹചര്യം മുതലാക്കാൻ കൂടിയാണ് SBI ലൈഫിന്റെ വിപണി അരങ്ങേറ്റം. ബുധനാഴ്ച ആരംഭിക്കുന്ന പ്രാരംഭ ഓഹരി വിൽപ്പന വെള്ളിയാഴ്ച അവസാനിക്കും. JM ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡിനെയാണ് IPO നടത്തിപ്പിനായി SBI ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഓഹരി വിപണിയെ വിലയിരുത്തുവാനായി ഹെഡ്ജ് എക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിൽ ചേർന്നു. ഭുവനേന്ദ്രൻ, പോയ വാരം വിപണിയെ എങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയും? ഏതൊക്കെ ഘടകങ്ങളാണ് കഴിഞ്ഞ ആഴ്ച വിപണിയെ സ്വാധീനിച്ചത്? ലാസ്റ്റ് വീക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൂവ് ആയിരുന്നു മാർക്കറ്റ്. ഒരു അപ്പ് മൂവ് തന്നെയായിരുന്നു. കാരണം മേജർ റെസിസ്റ്റൻസ് 10,000 ബ്രേക്ക് ചെയ്ത് ഓൾ ടൈം ഹൈഡ് എടുത്ത് മാർക്കറ്റ് നിഫ്റ്റി ചെന്നതിന് ശേഷം ഒരു കറക്ഷൻ മോഡലോട് വീക്കെൻഡോടുകൂടി ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. ആ ഒരു കറക്ഷൻ്റെ ഒരു റീസൺ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. നോർത്ത് കൊറിയ മിസൈൽ പരീക്ഷണം ജപ്പാൻ മുകളിലൂടെ എന്നുള്ള ന്യൂസ്
ചെറിയൊരു കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. എന്നാലും ഒരു മേജർ കറക്ഷൻ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. കാരണം നെഗറ്റീവ് ന്യൂസുകളൊന്നും അത്രത്തോളം മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു ഗ്ലോബൽ നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് വന്ന IIP മോശമായിരുന്നു, ഇൻഫ്ലേഷൻ വളരെ കൂടി നിൽക്കുന്നു, GDP വളരെ മോശം GDP റിപ്പോർട്ട്, ഇതൊന്നും തന്നെ മാർക്കറ്റിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ന്യൂസായി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ ഫ്ലോ തന്നെയാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിശക്തമായി ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിശക്തമായിട്ടുള്ള സെല്ലിംഗ് സൈഡിലാണ്. ഇപ്പോൾ ഒരു 1 വീക്ക് ഫിഗർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് 4 ഡേയ്സ് ഏകദേശം 4000 crore സെല്ലിംഗ് ആണ് FIs വന്നത്. അപ്പോൾ ഒരു വലിയ സെല്ലിംഗ് ഫിഗർ തന്നെയാണ്. എന്നാൽ ഇതിനോടോ ഇങ്ങനെയുള്ള FIസിൻ്റെ സെല്ലിങ്ങിനോടോ ഗ്ലോബലി വരുന്ന നെഗറ്റീവ് ന്യൂസിനോടോ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഇക്കണോമിക് ഡാറ്റയോട് പോലും മാർക്കറ്റ് അത്രത്തോളം നെഗറ്റീവായി റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രധാനമായിട്ട് അതിൻ്റെ ഒരു റീസൺ ലിക്വിഡിറ്റി തന്നെയാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ് തന്നെയാണ് മാർക്കറ്റിനെ റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മോശം ന്യൂസുകൾ വരുമ്പോഴും ആക്റ്റീവായി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാത്തത്. അതേസമയത്ത് സെലക്റ്റീവായിട്ടുള്ള ചില സെക്ടറിൽ കറക്ഷൻ സംഭവിക്കുന്നു നമ്മൾ കണ്ടു. ചില സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിക്കുന്നു. ലാസ്റ്റ് വീക്ക് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ഒരു കറക്ഷൻ സംഭവിച്ചു. അത് ഡീറെഗുലേഷന് റിലേറ്റഡ് ആയിട്ടുള്ള ചില ന്യൂസുകളായിരുന്നു. ഗവൺമെൻറ് റീതിങ്ക് ചെയ്യാനുള്ള സാധ്യത, GSTയിൽ ഇങ്ങനെയുള്ള കമ്പനികളെ ഉൾപ്പെടുത്താനുള്ള സാധ്യത, ഇതൊക്കെ തന്നെയായിരുന്നു ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഒരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ വിപ്രോ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബൈബാക്കിന് ശേഷം വന്നിരിക്കുന്ന ഒരു സെല്ലിംഗ് പ്രഷറാണ്. അതുപോലെ വേദാന്ത പൊല്യൂഷൻ കൺട്രോൾ ചില നോട്ടീസ് ഇഷ്യൂ ചെയ്ത്, അങ്ങനെ ചില സെലക്റ്റീവായിട്ടുള്ള സെല്ലിംഗ് മാത്രമേ നമ്മൾ മാർക്കറ്റിൽ കാണുന്നു. ഓവറോൾ മാർക്കറ്റ് മൊമെൻറ്റം പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം നെഗറ്റീവ് ന്യൂസുകളോടൊന്നും തന്നെ മാർക്കറ്റ് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. ഇന്ത്യൻ ഫണ്ട് ഹൗസുകൾ വിപണിയിൽ സജീവമാണ്. അത് ഈ വിപണിയുടെ മുന്നേറ്റത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. കൂടുതൽ പണം വിപണിയിലേക്ക് ഒഴുകിയെത്തുന്നതും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ വഴിയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഫണ്ട് ഹൗസുകൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് തയ്യാറെടുക്കുമോ? പ്രത്യേകിച്ചും വിപണിയിൽ ചെറിയ നേട്ടം അനുഭവപ്പെട്ട സാഹചര്യത്തിൽ ഇതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് ഇവരെ നയിക്കുമോ? അങ്ങനെ ഉണ്ടായാൽ എന്തായിരിക്കും വിപണിയിൽ സംഭവിക്കുക? അഭിലാഷ്, ഇതൊരു റീറ്റെയിൽ ലിക്വിഡിറ്റിയാണ്. ഒന്ന്, ഒരു റീറ്റെയിൽ ലിക്വിഡിറ്റിയാണ്. രണ്ട്, ടോട്ടൽ ഇന്ത്യയുടെ ഒരു ചേഞ്ചിങ് ഫേസ് ആണ് നമ്മൾ കാണുന്നത്. എന്നുവെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടറിൽ ഒരു ചേഞ്ച്, ട്രഡീഷണൽ സെഗ്മെൻറ്റിൽ നിന്നും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളിലേക്ക് ഒരു റീറ്റെയിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്കറിയാം ഒരു ഫൈനാൻഷ്യൽ അസറ്റിലേക്ക് ഒരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, റീറ്റെയിൽ ഒരു സ്ട്രെങ്ത് തന്നെയാണ് ഇന്ത്യയുടെ റീറ്റെയിൽ സ്ട്രെങ്ത്. പലപ്പോഴും ഇന്ത്യൻ പോപ്പുലേഷൻ, ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പലപ്പോഴും ഫൈനാൻഷ്യൽ മാർക്കറ്റിലേക്ക് ഇങ്ങനെയുള്ള ഫ്ലോ വരുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ നമുക്കറിയാം ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിലുണ്ടായിരിക്കുന്ന ഈൽഡിൻ്റെ കുറവ്, കുറച്ചുകൂടെ ബെറ്റർ ഈൽഡ് എവിടെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനെ റീറ്റെയിലേഴ്സ്, അതുപോലെ തന്നെ ബാങ്കുകൾ, അതുപോലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ വളരെ അഗ്രസീവായിട്ടുള്ള അവരുടെ മൂവ്, ഇതൊക്കെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഒരു മാറി ചിന്തിക്കാനുള്ളൊരു തോന്നലുണ്ടായി. അതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു മാർക്കറ്റിൻ്റെ ഫ്ലോയുടെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റിയുടെ ഒരു പ്രധാന റീസൺ. അപ്പോൾ ഇതൊരു റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അതിഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് വന്നില്ലെങ്കിൽ റിഡംഷൻ പ്രഷർ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും FD പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണ് പലതും ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണെങ്കിൽ തന്നെ ആ രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സിനെ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ തന്നെ അത് ഒരിക്കലും ഒരു റിഡംഷൻ പ്രഷറിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതിനു മുമ്പൊക്കെ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിഡംഷൻ പ്രഷർ വരുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ മാർക്കറ്റിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് വലിയൊരു റീറ്റെയിൽ ചെയിൻ തന്നെയുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ അത്രത്തോളം നോളജ് ഉള്ളവരല്ല ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ FD പോലെയും ഗോൾഡ് പോലെയും ഒരു ലോങ് ടേം വ്യൂവിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പലപ്പോഴും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ആയതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ ഒരു ചെറിയ കറക്ഷൻ വന്നാൽ പോലും ഈ ഫ്ലോ കുറയാനുള്ള സാധ്യത കുറവ്. രണ്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ത്രൂ ആണ് കൂടുതലായിട്ടുള്ള ഫണ്ടുകൾ വരുന്നത്. അത് തന്നെയാണ് സ്പ്രെഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് റെഗുലറായിട്ട് ഈ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുകളുടെ കയ്യിൽ വലിയൊരു ഹ്യൂജ് ഫണ്ട് ഇരിക്കുകയാണ്. അവർ ക്യാഷ് റിച്ച് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ചെറിയ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ പോലും അവർ വീണ്ടും ബൈയിങ് സൈഡിലേക്ക് വരാനുള്ള സാധ്യതയാണ്
കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു വലിയ ചേഞ്ച് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും. അതുപോലെ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. ഭൂരേന്ദ്രൻ, റീറ്റെയിൽ പാർട്ടിസിപ്പേഷനാണ് വിപണി മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇപ്പോൾ മാറിയിരിക്കുന്നതെന്ന് താങ്കൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിൽ വലിയ തോതിൽ പണം വരുന്നുണ്ട്. പക്ഷേ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഒരുപക്ഷെ അവരുടെ സാന്നിധ്യത്തോടൊപ്പം തന്നെ ആഭ്യന്തര ഫണ്ട് ഹൗസുകളാണ് വിപണി ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് എന്നും നമുക്ക് ബോധ്യപ്പെടുന്നു. പക്ഷേ ഇത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതോടൊപ്പം എല്ലാവരും ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതൊരു ബബിളായി മാറുമോ? ഇന്ത്യൻ ഫണ്ട് ഹൗസുകൾക്ക് അധിക നാൾ വിപണിയിൽ ഇത്രത്തോളം പണം നിക്ഷേപിക്കാൻ കഴിയുമോ? ഈ മുന്നേറ്റത്തെ ഒരു ബബിളായി കാണുന്നവരുമുണ്ട്. എങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു ഇതിനെ? അഭിലാഷ്, വളരെ നല്ല ക്വസ്റ്റ്യനാണ്. കാരണം അതൊരു റീസൺ തന്നെയാണ്. ഇത്രയേറെ ലിക്വിഡിറ്റി വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക്. ഇപ്പോൾ നമുക്കറിയാം നിഫ്റ്റി 10,100 അല്ലെങ്കിൽ 10,000 ബ്രേക്ക് ചെയ്യുമ്പോഴും എല്ലാ സ്റ്റോക്കുകളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതൊരു റീസൺ തന്നെയാണ്. ഈ ലിക്വിഡിറ്റി തന്നെ, മ്യൂച്വൽ ഫണ്ട് ലിക്വിഡിറ്റി തന്നെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ബൈയിങ് ആണ്. വളരെ കുറച്ച് സ്റ്റോക്കുകൾ, ആ സ്റ്റോക്കുകളെ ഫണ്ടുകൾ ചേസ് ചെയ്യുകയാണ്. അതൊരു റിസ്ക് ആണ്. കൂടുതൽ ഫണ്ടുകൾ ഇങ്ങനെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വീണ്ടും കൂടി വരാനുള്ള സാഹചര്യമാണുള്ളത്. കാരണം അത്രയേറെ അവയർനെസ്സുകൾ നടക്കുന്നുണ്ട്. ഫിസിക്കൽ അസറ്റിൽ നിന്നും ഫൈനാൻഷ്യൽ അസറ്റിലേക്ക് ഒരു ഷിഫ്റ്റ്, വലിയ ഹ്യൂജ് ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ലിക്വിഡിറ്റി വരും ദിവസങ്ങളിൽ കൂടുമ്പോൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൂൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് വളരെയധികം IPO വരേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ കമ്പനികളെ ഈ ഫണ്ട് ഹൗസുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഫണ്ട് പാർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ പറയുന്ന ഫൈനാൻഷ്യലി സൗണ്ട് അല്ലാത്ത സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പോവുകയാണെങ്കിൽ ഡിമാൻഡാണല്ലോ മാർക്കറ്റിനെ റൈഡ് ചെയ്യിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒരു ബബിൾ വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടെ മെച്യൂർഡായി, അതുപോലെ തന്നെ അതോറിറ്റീസ് വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഒരു ബബിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്റ്റോക്കുകൾ അതിനെ വലിയൊരു ഫണ്ട് ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു മാറ്റം ആവശ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം റീസെൻ്റായിട്ട് വളരെയധികം IPOs വരുന്നുണ്ട്. അതൊക്കെ തന്നെ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് ആണ് കാണുന്നത്. അതുപോലെ തന്നെ പുതിയ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി, കമ്പനികൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കൂടുതലായിട്ടുള്ള ഫണ്ട് ഫ്ലോ വരാനുള്ള സാധ്യത. അപ്പോൾ ഫണ്ട് ഹൗസുകൾ വളരെ സെലക്റ്റീവായിട്ടുള്ള ബൈയിങ് ആണ് നടത്തുന്നത്. അപ്പോൾ അവർ കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് ഫ്യൂച്ചർ ഏർണിങ്സ് ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലേക്ക് അവരുടെ ഫോക്കസ് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ബബിളായി വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെയാണ് ഈ അതോറിറ്റീസ് വളരെ കീനായിട്ട് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് വാച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ബബിളിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ വാല്യുവേഷൻ കുറച്ചൊരു ഹൈ ആണ്. ഇപ്പോഴത്തെ നമുക്കറിയാം GST, അതുപോലെ തന്നെ ഡിമോണിറ്റൈസേഷന് ശേഷം നമ്മുടെ GDPയിലും കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയിലൊക്കെ തന്നെ ഒരു ഡ്രോപ്പ്, അതൊരു താൽക്കാലികമാണ്. ശരിക്ക് ഇങ്ങനെയുള്ള ഒരു GDP അല്ലെങ്കിൽ IIP ഒക്കെ മോശമായി വരുമ്പോൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരേണ്ടതാണ്. ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്യൂച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ട് ഹൗസുകളൊക്കെ തന്നെ ഒരു ഫ്യൂച്ചർ ഏർണിങ്സിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് കറക്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ. മാർക്കറ്റിനറിയാം ഈ GSTയുടെ ഇംപ്ലിമെന്റേഷനും ഡിമോണിറ്റൈസേഷനും ഒക്കെ തന്നെ ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എക്കണോമിയിൽ ഉണ്ടാക്കും. എന്നാൽ ലോങ് റണ്ണിൽ ഇതിനെ ഓവർകം ചെയ്യാൻ ഇന്ത്യൻ എക്കണോമിക്ക് കഴിയും എന്നുള്ള വിലയിരുത്തൽ കൊണ്ട് തന്നെയാണ് വീണ്ടും ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള കമ്പനികളെ ചേസ് ചെയ്യുന്നത്. പോയ നാളുകളിലെല്ലാം വിപണിയെ സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസമായി മാർക്കറ്റ് വാച്ചിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് കൊറിയൻ മേഖലയിലുണ്ടായിരിക്കുന്ന സംഘർഷ സാധ്യത. ഇത് ആഗോള തലത്തിൽ പല കമ്മോഡിറ്റിയെയും ബാധിക്കുന്നുണ്ട്, ഓഹരി വിപണികളെയും ബാധിക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലും വരുന്ന ആഴ്ചകളിലെല്ലാം വിപണിയെ സ്വാധീനിച്ചേക്കാം, ഇന്ത്യൻ വിപണിയെ പ്രത്യേകിച്ചും. എങ്ങനെ കാണുന്നു ഈ ജിയോ പൊളിറ്റിക്കൽ ഘടകങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയെ വരുന്ന ആഴ്ച ഏത് തരത്തിലായിരിക്കാം ബാധിക്കാൻ പോകുന്നത്? ഇത് മാർക്കറ്റിന്റെ വോളറ്റിലിറ്റി, ഇപ്പം നമുക്കറിയാം ലാസ്റ്റ് 3 months ആയിട്ട് ഇത് തന്നെയാണ് മാർക്കറ്റിന്റെ വോളറ്റിലിറ്റി എന്ന് പറയുന്ന ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ന്യൂസുകളോ ഗ്ലോബൽ എക്കണോമിയിൽ നിന്ന് വരുന്ന ന്യൂസുകളല്ല. ഈ നോർത്ത് കൊറിയ ഇഷ്യൂ തന്നെയാണ് മാർക്കറ്റിൽ, ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഈവൻ നമുക്ക് വീക്കെൻഡിൽ ഫ്രൈഡേയിലൊക്കെ സംഭവിച്ചതും അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ വരും ദിവസങ്ങളിലും മാർക്കറ്റിൽ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കറക്ഷൻ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയും ശക്തമായി ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഗ്ലോബൽ ന്യൂസുകൾ, അത് എനിക്ക് തോന്നുന്നില്ല അത് അത്രയും വലിയൊരു പാനിക് സിറ്റുവേഷനിലേക്ക് അത് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാർക്കറ്റിൽ വളരെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കാം. പക്ഷെ അതിനുള്ള സാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ കുറവാണ്. എന്നാൽ നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ല. അതേസമയത്ത്
നമ്മളുടെ എക്കണോമി നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, അതുപോലെ നമ്മുടെ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഗ്ലോബൽ ന്യൂസുകളൊക്കെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇത് വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ ന്യൂസുകൾ ഇന്ത്യൻ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ വോളറ്റിലിറ്റി കൊണ്ടുവരാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ ഒരു വോളറ്റിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ വരികയാണെങ്കിൽ അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും. ഇത്തരം ആഗോള സംഘർഷ സാധ്യതകൾ സ്വാഭാവികമായിട്ടും കമ്മോഡിറ്റിയിലാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഇതോടൊപ്പം ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ചും ക്രൂഡിലും ഒപ്പം തന്നെ സ്വർണ്ണത്തിലും. ഈ രണ്ട് കമ്മോഡിറ്റിയിൽ വരുന്നയാഴ്ച ഏത് തരത്തിലൊരു മാറ്റം ഉണ്ടാകാനാണ് സാധ്യത? പ്രത്യേകിച്ചും ഈ സംഘർഷ സാധ്യത വലിയ തോതിലുള്ള സമ്മർദ്ദം ഈ രണ്ട് കമ്മോഡിറ്റിയിലും ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്വർണ്ണത്തിൻ്റെ വിലവർദ്ധനവിന് കഴിഞ്ഞ നാളുകളെല്ലാം ഇത് കാരണമായിട്ടുമുണ്ട്. എങ്ങനെ കാണുന്നു ഗോൾഡിലും ക്രൂഡിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്? ക്രൂഡ് ഓയിൽ കുറച്ച് ബെറ്റർ സോണിലായിരുന്നു. ഇന്റർനാഷണൽ ഏജൻസിയുടെ റിപ്പോർട്ട് ഗ്ലോബൽ സപ്ലൈ കുറയുന്നു, ഒപ്പക്കിൻ്റെ പ്രൊഡക്ഷൻ കുറവ്, സപ്ലൈ കുറയുന്നു എന്നുള്ള ന്യൂസ് ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഒരു ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്തിരുന്നു. നമുക്കറിയാം ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ഈ ഒരു മൂവ് തന്നെയാണ് പെട്രോൾ പ്രൈസിലൊക്കെ തന്നെ ഒരു ഹൈക്ക് ഇന്ത്യയിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും കുറച്ചൊരു ഹയർ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇമ്മീഡിയറ്റ് ഒരു കറക്ഷനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. അതൊരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയാണ്. ഒപ്പക്കിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നത് പോലെയുള്ള ന്യൂസുകളും ഒക്കെ തന്നെ ഈ ഒരു ലെവലിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് മൂവ് ചെയ്യാനാണ് സാധ്യത. ഗോൾഡ് ഒരു മിക്സഡ് ട്രെൻഡ് ആയിരുന്നു. എന്നാൽ വീണ്ടും വീക്കെൻഡോട് കൂടി നോർത്ത് കൊറിയ ഇഷ്യൂ വീണ്ടും റേസ് ചെയ്ത് വരുന്നത് ഗോൾഡ് പ്രൈസ് ഒരു ഷിഫ്റ്റ്, ഒരു സേഫർ കമ്മോഡിറ്റി എന്നുള്ള രീതിയിൽ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ ഗോൾഡിലേക്ക് ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ താൽക്കാലികം മാത്രമാണ്. ഇപ്പോൾ ഗോൾഡിലാണെങ്കിലും ക്രൂഡ് ഓയിലാണെങ്കിലും ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്ന് വലിയൊരു റൈഡിനുള്ള സാധ്യത കുറവ് തന്നെയാണ്. ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. ഭുവനേന്ദ്രൻ, നമുക്ക് വിപണിയിലേക്ക് വളരെ പെട്ടെന്ന് ഒന്നുകൂടി തിരിച്ചു വരാം. പ്രത്യേകിച്ചും ടെക്നിക്കലി ചാർട്ട് എന്താണ് പറയുന്നത്? ടെക്നിക്കലി വിപണിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് എവിടെയാണ്? ഇതൊരു ഡിമാൻഡ് ഡ്രിവൺ മാർക്കറ്റാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ടെക്നിക്കൽ ചാർട്ട് ഏത് തരത്തിലുള്ള ഒരു സൂചനയാണ് നൽകുന്നത്? പക്ഷേ ശരിക്കും മാർക്കറ്റ് ടെക്നിക്കലി അല്ല മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്കൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ലിക്വിഡിറ്റി ഡ്രിവൺ ആണ്, ഡിമാൻഡാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കലി 10,150 എന്ന് പറയുന്ന അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. അതൊരു ഓൾ ടൈം ഹൈ 1137 ആണ് റീസെന്റ് വന്നിരിക്കുന്നത് പുതിയ ഹൈ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഫർദർ റൈഡ് തീരുമാനിക്കും. എന്നാൽ അതിനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് 1150 തന്നെയാണ്. 9,840, 9,700 എന്ന് പറയുന്ന ഡൗൺ സൈഡ് ഇങ്ങനെയുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഒക്കെ വീണ്ടും റേസ് ചെയ്ത് വരികയാണെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് രണ്ട് ലെവൽ 9,840, 9,700 ഇത് രണ്ട് മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. ഒരു ടെക്നിക്കൽ മൂവിലുപരി ലിക്വിഡിറ്റി മാർക്കറ്റിനെ ചേസ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഡീപ്പായിട്ടുള്ള കറക്ഷൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത കുറവാണ്. കാരണം അങ്ങനെ ആയിരുന്നു എങ്കിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന എക്കണോമിക് ന്യൂസുകൾ മോശമാണ്, ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ന്യൂസുകൾ മോശമാണ്. എന്നിട്ടും മാർക്കറ്റ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ തന്നെ ലിക്വിഡിറ്റി തന്നെയാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ വലിയൊരു ഫോളിനുള്ള സാധ്യത കുറവാണ്. ടെക്നിക്കലി ഈ ഒരു ലെവലിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. ഭുവനേന്ദ്രൻ, മ്യൂച്വൽ ഫണ്ടുകളെയും നമ്മൾ മാർക്കറ്റ് വാച്ചിലൂടെ പരിചയപ്പെടുന്നുണ്ട്. ഈ ആഴ്ച നിക്ഷേപത്തിന് അനുയോജ്യമായ പ്രധാനപ്പെട്ട ഫണ്ട് ഏതാണ്? എന്താണ് ഈ ഫണ്ടിന്റെ പ്രത്യേകതയായി താങ്കൾ കാണുന്നത്? ഫ്രാങ്കിൾ ഇന്ത്യ ഹൈ ഗ്രോത്ത് കമ്പനീസ് ഫണ്ടാണ്. ഇത് ബ്ലൂ ചിപ്പ് കമ്പനികളിലാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതിന് 54% ബ്ലൂ ചിപ്പ് കമ്പനികളിലും 11% ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ സെക്ടറിലാണ് കൂടുതലായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഫണ്ട് ലാസ്റ്റ് ഒരു 1 ഇയർ റിട്ടേൺ വളരെ കുറവാണ്. എന്നാൽ ലാസ്റ്റ് ഒരു 5 ഇയർ റിട്ടേൺ 24% അടുത്ത് റിട്ടേൺ നൽകിയിട്ടുണ്ട്. 1 ഇയർ റിട്ടേൺ 13% ആണ്. ലാസ്റ്റ് 3 ഇയർ റിട്ടേൺ 18% അടുത്ത് റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് റിസ്ക് കുറവാണ് എന്നുള്ളതാണ് ഈ ഫ്രാങ്ക്ലിൻ ഫണ്ടിനെ സംബന്ധിച്ച്. വളരെ നല്ല ഫണ്ട് മാനേജറാണ്. വളരെ സെലക്റ്റീവായിട്ടുള്ള ബൈങ് ആണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡ് റിസ്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുമ്പോഴും ഈ ഫണ്ടിൽ അത്രത്തോളം കറക്ഷൻ സംഭവിക്കാറ് ഇല്ല. പലപ്പോഴും ഡിഫൻസീവ് ആയിട്ടുള്ള സെക്ടറാണ് ലാണ് ഇവരുടെ ഫോക്കസ് പോകുന്നത്. അതുകൊണ്ട് അതും വളരെ നല്ല ബ്ലൂ ചിപ്പ് കമ്പനികളിലാണ് ഫോക്കസ്. അപ്പം ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് വലിയ റൈഡ് സംഭവിച്ചില്ലെങ്കിലും മാർക്കറ്റിൽ കറക്ഷൻ അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഫ്രാങ്കിളിൻ്റെ ഈ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന നല്ലതായിരിക്കും. റിസ്ക് ഈ ഫണ്ടിനെ സംബന്ധിച്ച് വളരെ കുറവാണ്.
വളരെ നന്ദി ഭുവനേന്ദ്രൻ. മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഓഹരി വിപണിയുടെ പ്രാഥമിക പാഠങ്ങളാണ് നമ്മൾ ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുന്നു. ഒപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യതകൾ, അതിൻ്റെ വളർച്ചാ സാധ്യത, ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകൾ വിപണിയിൽ ലഭ്യമാണ്, എന്തൊക്കെ പ്രത്യേകതകൾ ഓരോ മ്യൂച്വൽ ഫണ്ടുകൾക്കുമുണ്ട്, ഏത് തരത്തിലായിരിക്കണം ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ നിക്ഷേപങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ബിഗിനേഴ്സ് ഗൈഡിലേക്ക്. NCD അഥവാ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. FDയേക്കാൾ റിട്ടേൺസ് നൽകുന്നവയാണ് NCD. എന്നാൽ FD പരമ്പരാഗതമായി ആളുകൾ നിക്ഷേപിച്ചു വന്ന ഒന്നായതുകൊണ്ടും NCDയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടുമാണ് ആളുകൾ ഇതിൽ നിക്ഷേപിക്കാത്തത്. ബിസിനസ് വിപുലീകരിക്കുന്നതിന് വേണ്ടി കമ്പനികൾക്ക് പണം ആവശ്യമുണ്ട്. ഇതിനുവേണ്ടി പൊതുജനങ്ങളിൽ നിന്നും വായ്പ എടുക്കുന്നതിന് കമ്പനികൾക്കുള്ള മാർഗമാണ് കടപ്പത്രങ്ങൾ. ഇതിനെയാണ് NCD എന്ന് പറയുന്നത്. കമ്പനിക്ക് ആവശ്യമുള്ള തുക എത്രയാണോ അതിനെ നിശ്ചിത വിലയ്ക്കുള്ള കടപ്പത്രങ്ങളായി വിഭജിച്ച് അവ വിറ്റ് പണം ശേഖരിക്കുന്നു. നിശ്ചിത പലിശ അതിന് കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നു. 3 വർഷ കാലാവധിയുള്ള FDകൾക്ക് ബാങ്കുകൾ ഇപ്പോൾ നൽകുന്നത് ശരാശരി 7% പലിശയാണ്. ബാങ്ക് പലിശയും സർക്കാർ ബോണ്ടുകളിൽ നിന്നുള്ള നേട്ടവും കുറയുന്നതിനനുസരിച്ച് NCDകളിലും നേട്ടത്തിന്റെ നിരക്കുകളിൽ വ്യതിയാനം വരും. എങ്കിലും FDയേക്കാൾ 2 മുതൽ 3% വരെ അധിക നേട്ടം ഇവ നൽകിയിട്ടുണ്ട്. കോർപ്പറേറ്റ് FDകളെ പോലെ തന്നെ നിശ്ചിത കാലയളവിൽ പുറത്തിറങ്ങുന്നവയാണ് NCDസും. മന്ത്ലി, ക്വാർട്ടർലി, ആനുവലി എന്നിങ്ങനെ 3 രീതിയിൽ ഇൻട്രസ്റ്റ് പിൻവലിക്കാനുള്ള ഓപ്ഷൻ NCD നൽകുന്നുണ്ട്. കോർപ്പറേറ്റ് FDകളെ അപേക്ഷിച്ച് NCDകൾ പണമാക്കാൻ എളുപ്പമാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്യുന്നതിനാൽ അത്യാവശ്യം വന്നാൽ അന്നത്തെ വിലയ്ക്ക് വിറ്റ് പണം നേടാനുള്ള അവസരവുമുണ്ട്. കടപ്പത്രങ്ങളിലെ നിക്ഷേപത്തിന് FD പോലെ തന്നെ യാതൊരു നികുതി ആനുകൂല്യങ്ങളും ലഭിക്കില്ല. എന്നാൽ ലിസ്റ്റഡ് ആൻഡ് ഡിമാറ്റ് NCDകൾക്ക് TDS നൽകേണ്ട ആവശ്യമില്ല. ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ NCD നിക്ഷേപം കാണിച്ചാൽ മതി. മാർക്കറ്റ് വാച്ചിനെ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiananews.in എന്ന വിലാസത്തിലാണ് മെയിലുകൾ അയക്കേണ്ടത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.